പുതുതായി ഇത് കണ്ടു തുടങ്ങുന്ന ആളുകൾക്ക് ഈ പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, മുരാരി ബാബു ആരാണ് ഈ കക്ഷി എന്ന ഒരു ചോദ്യം എന്തായാലും മനസ്സിലുണ്ടാകും. അതുകൂടി പറഞ്ഞു തരാം. നമ്മുടെ ഡാറ്റാ സെന്ററിൽ മുരാരി ബാബുവിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പോൾ മുരാരി ബാബു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരാരി ബാബുവിന്റെ പദവി തൊട്ട് നമുക്ക് തുടങ്ങാം. ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ മുരാരി ബാബു എന്നുള്ള പേര് വരുന്നുണ്ടായിരുന്നു. ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ഈ സ്വർണ്ണക്കൊള്ള വാർത്ത പുറത്തു വരുമ്പോൾ മുരാരി ബാബു കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ പ്രതിയായതോടുകൂടി ഈ മാസം 7-ാം തീയതി മുരാരി ബാബുവിനെ ഈ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. മുരാരി ബാബു ഈ പദവികളിലേക്കൊക്കെ വരുന്നത് എപ്പോഴാണ് എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. 2019 മുരാരി ബാബു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നത്. 2019 തന്നെയാണ് ഈ പാളി കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ക്രമക്കേട് നടന്നത് ഈ കാലത്താണ് എന്ന് കണ്ടെത്തിയതോടെ സ്വർണ്ണ കവർച്ചയിലെ 2-ാം പ്രതിയായി മുരാരി ബാബു മാറുകയായിരുന്നു. അപ്പോൾ ചെറിയ ആളല്ല എന്ന് ചുരുക്കം. 2019 ജൂൺ 17 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊടുത്ത ആളാണ് ഈ മുരാരി ബാബു. അതാണ് ഈ കേസിൽ ഉൾപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല 2024 പാളി മങ്ങിയിട്ടുണ്ടല്ലോ എന്ന ഒരു നിഗമനം അവിടെ വന്നപ്പോൾ ഈ പാളികൾ കൊടുത്തുവിടാനായിട്ട് ശുപാർശ ചെയ്തതും ഇതേ മുരാരി ബാബുവാണ്. അപ്പോൾ 2019-2024 SIT കണ്ടെത്തിയതാണ് ഈ കാര്യങ്ങളൊക്കെ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, ഏറ്റുമാനൂർ ഉൾപ്പെടുന്ന വൈക്കത്തെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, തിരുനക്കരയിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് മുരാരി ബാബു എത്തുന്നത്. അപ്പോഴാണ് മറ്റൊരു സംശയം ഉയരുന്നത്. മുൻപ് ജോലിയിലിരുന്ന സ്ഥലങ്ങളിൽ അവിടെയും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഏറ്റുമാനൂരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ആ ചോദ്യവും ഇപ്പോൾ സജീവമാവുകയാണ്. അങ്ങനെ സംശയിക്കാനായിട്ടുള്ള ചില സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ രുദ്രാക്ഷമാല കാണാതായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അത് മുരാരി ബാബുവിനെതിരായി നിലവിൽ ഉണ്ട്. വഴിപാടുകളിൽ പണം വാങ്ങിയിട്ട് രസീത് നൽകിയിട്ടില്ല ഈ കക്ഷി മുരാരി ബാബു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കാരനല്ല. ഏറ്റുമാനൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളത്ത് നടക്കുമ്പോൾ അതിലും ക്രമക്കേട് നടത്തിയെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ആരോപണങ്ങൾ ഉയർന്നതോടെ അദ്ദേഹം വഹിക്കുന്ന മറ്റൊരു പദവിയിൽ നിന്നും പുറത്തേക്ക് പോരേണ്ടി വന്നു. അത് മറ്റൊന്നുമല്ല, NSSന്റെ പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. അത് ആവശ്യപ്പെട്ടതനുസരിച്ച് NSSൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനം മുരാരി ബാബു രാജിവെക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ മുരാരി ബാബുവിനെ റാന്നിയിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും എത്താം. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ അസത്യ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞതും ഇതോട് ചേർത്ത് വെക്കാം. ദേവസ്വത്തിൽ നിന്ന് ഒരു തരി സ്വർണ്ണമോ മറ്റു വിലപ്പെട്ട വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വർണ്ണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ കൃത്യമായി സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട്.